வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, இதெல்லாம் பார்ட் 1 அண்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 குள்ள போயிடலாம். Some things are worth not knowing. ഒന്നും അടിച്ചേ. யாரு என்ன வேணும்? ഗുഡ് മോർണിംഗ് ഡൊറോത്തി മാഡം. ആക്ച്വലി ഒരു പ്രോബ്ലം. ലുക്ക് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മദാം മേരി. அம்மா நாங்க டொரோத்தி மேடத்தை பார்க்க வந்தது. ഇത് തന്നെയല്ലേ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത്. மேடம் இங்க இல்ல, மங்களாபுரம் போயிருக்கு. வர இன்னும் 2 வாரம் ஆகும். ஓ வா. നിക്ക് ഒരു മിനിറ്റ്. മാംഗലോ. അത് പിന്നെ മാഡത്തിന്റെ നമ്പർ ഇരിക്കുമാ വേലക്കാരി? இருக்கு. 0426 625446. நம்பர்ஸ் வந்து மலையாள தமிழ் வரணும். வீட்டுக்குள்ள யாரும் இல்ல சார். மேடம் மங்களாபுரம் போயிருக்கு. உள்ளதா அடிக்குது. മാഡം ഇങ്ങ ഇല്ല, മംഗലാപുരം പോയിருக்கு. ഓഹോ, ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടത്. ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട്. നായർ യുവതി മൂലം വെളുത്ത നിറം. വൃത്തികെട്ടത്. 9840. ഹലോ, ഞാൻ തോമസ് ഉൽഫ. ഹലോ സാർ. അല്ല, ദൊരോത്തി മേഡത്തിനെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. மேடத்தோட ட்ரீட்மெண்ட்டுக்காக நாங்க இப்ப வெளியூர்ல இருக்கோம் சார். என்ன சார் விஷயம்? അത് ആ ബംഗ്ലാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. எதுக்கு சார்? விலை பேசி உங்க பேர்ல ரெஜிஸ்டர் பண்ணி கொடுத்தாச்சு. இனிமே அந்த விஷயத்துல எங்களுக்கு எந்த சம்பந்தம் இல்ல. അല്ല, അത് ரைட். ഒരു ചെറിയ പ്രശ്നം. சார் நீங்க சொல்ல போற விஷயம். எஸ் கம் இன். சார் உங்க பிரச்சனை எனக்கு தெரியும். அதுக்கு எங்களால எதுவும் செய்ய முடியாது. நீங்க ஒண்ணு பண்ணுங்க சார். அங்க ஃபாதர் டாமினிக்னு ஒருத்தர் இருக்காரு. நீங்க அவரை கான்டாக்ட் பண்ணுங்க. அட்ரஸ் நான் உங்களுக்கு மெசேஜ் பண்றேன். ഞങ്ങൾ എന്തിനാ നേരെ? സോറി സാർ, ഐ എം ബിസി. എന്താടാ അയാൾ എന്താ പറയുന്നത്? ഫാദറിനെ കോണ്ടാക്ട്. ഡൊമിനിക്. ഫാദറിനെയോ? അതിന് നിന്റെ ഫാദർ ചത്തുമില്ലേ? പിന്നെ എവിടെ പോയി കോണ്ടാക്ട് ചെയ്യാൻ? അച്ഛനെ തരില്ല. അതല്ല, ഫാദർ ഡൊമിനിക്കിനെ അന്ന് കണ്ട അഡ്രസ് മെസ്സേജ് ചെയ്യാവുന്ന. അയാളെ എന്തിനു നമ്മൾ പോയി കാണണം? അഡ്രസ് എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് പോയി കാണാം. ഞാനില്ല, നീ വരണം. തോമസ് കുട്ടി, നീ വനും കൂട്ടി വീട്ടിലേക്ക് അല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാദറിനെ കണ്ടിട്ട് വരാം. ഞാൻ കൂടി ഇല്ലാതെ എങ്ങനെയാ? എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് അങ്ങനെയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓടാ. കറക്റ്റ്. ഈ സമയത്ത് പെണ്ണുങ്ങളുടെ സേഫ്റ്റിക്ക് ഞാൻ ബംഗ്ലാവിലുണ്ടാകുന്നത് നല്ലതാ. പെണ്ണുങ്ങൾ തോന്നുന്നു പറയരുത്. ഫാദർ ഡൊമിനിക്, ഡൊമൈൻ ചർച്ച്, ഫിഷർമാൻസ് പോണ്ട്. எனக்கு இந்த மாதிரி மீன் பிடிக்கணும். ഇവിടെ ഈ ചർച്ചിലേക്ക് ഏതിലെയാ പോകേണ്ടത്? ചർച്ചാ? ഇങ്ങയാ? ഇങ്ങ ചർച്ച ഏതുമില്ലേ? ഈ ഫാദർ ഡൊമിനിക്. ഓ, അവരാ? அது ஃபாதரா? அது பைத்திய சார். ஐயே. யோ, தேவையில்லாம எதுவும் பேசாதீங்க. அவரு பெரிய ஆளையா, സയന്റിസ്റ്റ്. സാർ വരണം സാർ, ഞാൻ കാണിച്ചു. പക്ഷെ അങ്ങോട്ട് വണ്ടി പോകില്ല, നടക്കണം കുറച്ച്. അനന്ത നടക്കാം. ഒരുപാട് ദൂരം ഉണ്ടോടെ? ഇല്ല, അടുത്ത് തന്നെയാണ് സാർ. വാ. മെനക്കേട് തന്നെ. ഫാദർ എന്ന് വെച്ചാൽ പള്ളിയിലെ അച്ഛനൊന്നുമല്ല. പുള്ളിയുടെ രൂപവും വേഷവും കണ്ട് എല്ലാവരും അങ്ങനെ വിളിക്കുന്നതാ. ആത്മാക്കളെ കുറിച്ചും പിശാചുക്കളെ കുറിച്ചും എന്തൊക്കെയോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയെന്നാ കേട്ടത്. നൈസ്. അത് പുള്ളിയുടെ ഈ പെരുമാറ്റം കൊണ്ട് നാട്ടുകാർക്ക് പലർക്കും തന്നെ ഇഷ്ടമല്ല അങ്ങനെ. അതാ അയാൾ അങ്ങനെ പറഞ്ഞത്. ഇവിടെ വന്ന് കൂടിയിട്ട് കുറച്ചു കാലം ആയുള്ളൂ. അതാ സ്ഥലം. ഈ ഫാദർ എവിടെ പോയി? മുന്നിൽ കുഴി. ചാട്. നോ. ലൂസിഫർ. ലൂസിഫറാ? ഡേഞ്ചറസ് ആണ് നെയിം. ധൈര്യമായിട്ട് വാ. അല്ല, ഈ ലൂസിഫർ. വാ. ഒരിക്കൽ ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വന്നില്ല. ഇപ്പൊ എന്തിനാണാവോ വിളിക്കാതെ തന്നെ എന്നെ കാണാൻ പുറപ്പെട്ടത്? ഫാദർ, ഞങ്ങള് എന്നെ ഫാദർ എന്ന് വിളിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ആരുടെയും ഫാദറും അല്ല, ഒരു സഭയുടെ ആളുമല്ല. ഇതെന്റെ സഭ, എന്റെ മാത്രം ഒറ്റയാൾ സഭ. ഇവിടെ പ്രീസ്റ്റും ഫാദറും സണ്ണും ഒക്കെ ഞാൻ തന്നെയാണ്. ഇരിക്കെ. അല്ല, അപ്പൊ പിന്നെ ഈ ലോഹയും കുരിശും ഒക്കെ ധരിക്കുന്നതോ? ഇത് ലോഹയാണെന്ന് ആര് പറഞ്ഞു? ഇവിടുത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കമ്പിളി വസ്ത്രം. ഈ കുരിശ്, ഇത് ഞാൻ കടമെടുത്തതാ ഒരായുധമായിട്ട്.
ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശക്തമായ ഒരു ആയുധം. ഇത് ദുർവിനിയോഗം ചെയ്തതെന്നല്ലേ ക്രിസ്തീയ വിശ്വാസം? താൻ എന്നെ വിശ്വാസം പഠിപ്പിക്കേണ്ട, അതിൽ താൻ വളർന്നിട്ടുമില്ല, മനസ്സിലായോ? പിന്നെ എന്താ വന്നത്? അത് ഞാൻ പറയാം. ഇപ്പോ നിങ്ങൾക്ക് എന്റെ സഹായം വേണം അല്ലേ? സഹായം അപേക്ഷിച്ച് എന്റെ കാൽ കീഴിൽ വരുന്നവരെ ഞാൻ കൈവിടാറില്ല, ചവിട്ടി തൊഴിക്കുകയില്ല. ചോദിച്ചോളൂ. നാണം കെട്ട് എന്റെ മുമ്പിൽ വന്ന് കൈനീട്ടി നിൽക്കുന്ന നിങ്ങൾക്ക് ഞാൻ എന്ത് ഭിക്ഷയാണ് തരേണ്ടത്? ഈ അറിവില്ലാത്തവര് പറ്റുന്നതാണെങ്കിൽ തരാം. ചോദിച്ചോ. നീ വാ. പോവാണോ? താൻ ആരാടോ പുല്ലേ? ഇയാൾ ആരാണെന്നാ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? ഭൂതപ്രേത പിശാചികളുടെ കൊണാന്തറോ? നീ ചുമ്മാ ഇരിയടാ. എന്ത് ഇതുപോലെ കുറെ കള്ള ജാടകളെ ഞാനും കണ്ടിട്ടുള്ളതാ. നീ വന്നേ. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലേ കയറി നിരങ്ങുക. മഹാദേവൻ അല്ലേ? ദേവന്മാരിലും വലിയ ദേവൻ, എല്ലാം അറിയുന്നവൻ. എല്ലാം തികഞ്ഞ ഇദ്ദേഹം എന്തേ എന്നെ തിരക്കി ഈ ഡൊമെയിൻ ചർച്ചിൽ വന്നു, ഈ കള്ളനെ തേടി വന്നു? മറുപടി ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം മറുപടി. സംശയമില്ലാതെ ഞാൻ പറയും. നിങ്ങൾ അപകടത്തിലാണ്. അപകടം. വലിയ ഒരു കുരുക്കിലാണ് നിങ്ങൾ. അഴിച്ചാലും മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മരണക്കുരുക്കിൽ. പുച്ഛിക്കണ്ട. അഗ്നി, എല്ലാറ്റിനെയും ദഹിപ്പിച്ചില്ലാതെയാക്കുന്ന അഗ്നി അടയാളം കാണിക്കും. മുറുകുന്ന കുരുക്കിന്റെ ആദ്യ അടയാളം. നാളെ രാത്രി അന്തി ഉറങ്ങാൻ നിങ്ങളിൽ ഒരു ജീവൻ ഉണ്ടാവില്ല. സത്യം. പാർവതി, ഇതാ കൊടുത്തേക്ക. ശരി ചേച്ചി. അത് രാവിലെ തന്നെ ഞങ്ങളങ്ങ് പോകും. 2 ദിവസത്തേക്കെന്ന് വെച്ച് വന്നതാ. ഇവിടെ സഹായത്തിന് ഒരു തമിഴെത്തിപ്പെട്ടു, നമ്മളെ മരത. അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കലാപരിപാടി തുടങ്ങി. അയ്യോ, ഇവിടെ ഇതില്ലാതെ പിടിച്ചു വെച്ച വലിയ പാടാമോള്. എന്തൊടുക്കത്തെ തിളപ്പാ. 2 കൂടുതൽ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വരുന്നു. അങ്ങനെ ഒരു കള്ള സന്യാസിയുടെ വിരട്ട് കേട്ട് ഓടിപ്പോവാൻ ഈ മഹാദേവനെ കിട്ടില്ല. അയാൾ ആര്? നോസ്ട്രഡാമസാ? നാളെ അന്തി ഉറങ്ങുന്നതിന് മുമ്പ് ഒരാൾ ചാവുന്നു. അങ്ങനെ ചാവുന്ന ചാവട്ട് കാണാൻ. അതല്ല മഹാദേവ അയാൾ പറഞ്ഞത്. നാളെ അന്തി ഉറങ്ങുന്നതിന് മുമ്പ്. എന്താ നിർത്തിക്കളഞ്ഞത്? അന്തി ഉറങ്ങാൻ? അല്ലല്ല, ഞങ്ങളിവിടെ സാധാരണ ഈ അല്ല ഞാൻ പറയാറ് വേറൊന്നുമില്ല ജാനകി, ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഇന്ന് അന്തി ഉറങ്ങാൻ ആ മരത മരതല്ലേ കപ്പാസിറ്റി അല്ല, കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ആർക്കടാ പട്ടി കപ്പാസിറ്റി ഇല്ലാത്തത്? ശരിയാ, ഞാൻ ഫിറ്റായി പോയി. എനിക്കിനി ഓടിക്കണ്ട. എന്റെ ജാനകി, പാവാ ജാനകി. വാ കാണിച്ചു തരാം. വെറുതെയില്ല, അവളുടെ പുറകെ മണത്ത്. ഒരാള് ചാവുമെന്ന് അയാൾ പറഞ്ഞത് സത്യമാവുന്നാ തോന്നുന്നു. ഒരെണ്ണം ഒഴുക്കി. നീ ഫിറ്റ് അല്ലേ? ആരോ അത് വെറും ആക്ടിംഗ് ആയിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നോ? മനസ്സിലാവേ ഇല്ല. അല്ല മഹാദേവ, ഞാൻ പറയുന്നത് പിന്നെ ഇപ്പൊ എന്താ എന്താ പറ്റിയത്? വണ്ടി എടുക്കണം. അടുക്കലോട്ടാ മിണ്ടായിരിക്കടാ. ഒന്ന് ചൂട് വെച്ചാലോ? അതിന് മാത്രമൊന്നുമില്ല. വണ്ടി എടുക്കാം. ഹാളിലേക്കാ. എന്താ ടയർ പഞ്ചറടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? എന്താണ് വണ്ടി എടുക്കാത്തത്? ടയർ പഞ്ചറായി കുറച്ച്, ഇപ്പൊ ശരിയാവും. ഒന്നുമില്ല, കരയാതിരിക്കേ. അപ്പൊ കൂട്ടാ എന്തെങ്കിലും ചെയ്യടാ. ഞാൻ എന്ത് ചെയ്യാനാടാ? വല്ല പല്ലുവേദനയാണെങ്കിൽ നോക്കായിരുന്നു. സ്റ്റെപ്പിന് പഞ്ചറാടാ. എടാ, ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടർ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എടാ എന്റെ കയ്യില് എന്റെ വിളിക്ക്. പക്ഷെ ബോംബെയിൽ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ? ബോംബെ? സോറി, മുംബൈയിൽ നിന്ന്. ഇടിയച്ചതുണ്ട്. സാർ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇപ്പൊ ഞങ്ങൾക്കൊരു ഫേവർ. ഐ എം ഡോക്ടർ ക്രിസ്റ്റഫർ. ഈശോയെ, പെട്ടെന്നുള്ള ഷോക്കിന്റെ സത്യം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഉറങ്ങിക്കോട്ടെ. പിന്നെ അവര് പ്രഗ്നന്റ് ആയതുകൊണ്ട് കുട്ടിയുടെ കാര്യത്തിൽ ഇവിടെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ കുറവാ. എന്നാലും യാത്ര ഒഴിവാക്കുന്ന എന്തിനും നല്ലത്. രാവിലെ ക്ലിനിക്കിലേക്ക് ഒന്ന് കൊണ്ടുവരൂ. ശരി ഡോക്ടർ. ഡോക്ടർ, യെസ്. ഡോക്ടർ ആര് പറഞ്ഞിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞത്? ആര്? ഫാദർ ഡൊമിനിക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. யார் செத்தாங்க அப்போ? ഫാദർ, யாரும் சாகல இப்போதைக்கு.
അല്ല ഇതാര് തോമസോ? ഇല്ല, തോമസ് കുട്ടി വന്നില്ല. തോമസ് കുട്ടി 4 മാസം ഗർഭിണി ആയതുകൊണ്ട് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി. സോറി, 5 മാസം. ഇത് മഹാദേവനാണ് ഫാദർ. ഇത് മഹാദേവനാണ് ഫാദർ. ഏയ്, ഇയാൾ തോമസ്, സെയിന്റ് തോമസ്, തോമസ് ലീഹ. കണ്ടാലും കേട്ടാലും വിശ്വസിക്കില്ല. തൊട്ടറിയണം, തൊട്ടറിഞ്ഞാലേ വിശ്വസിക്കൂ. ഇല്ലടോ, ഇയാളുടെ മനസ്സെന്താ ഇപ്പോൾ പറയുന്നത്? ഐ ആം സോറി ഫാദർ, എന്നോട് ക്ഷമിക്കണം അല്ലേ? ഈഗോയിസ്റ്റ്. വല്ലതും പറയാനുണ്ടെങ്കിൽ പറയടോ, ഇല്ലെങ്കിൽ മെനക്കെടുത്താതെ പോ. സോറി ഫാദർ, ഓക്കെ. ഞങ്ങളെ സഹായിക്കണം. Bless you. യു ആർ ബ്ലെസ്ഡ്. ആരുടെയൊക്കെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്. ഷീ ഈസ് ഓൾ റൈറ്റ്. ഒക്കെ നോർമലാ. താങ്ക് യു ഡോക്ടർ. പിന്നെ കൂട്ടുകാരൊക്കെ എവിടെ? ഫാദറിനെ കാണാൻ പോയിരിക്കുക. ബംഗ്ലാവൊക്കെ ഒന്ന് വെഞ്ചരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂര്യന്റെ കത്തുന്ന പ്രകാശത്തിൽ 1000 വോൾട്ടിന്റെ കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തിൽ ആർക്കും പറയാം ഇതൊന്നുമില്ല, അന്ധവിശ്വാസമാണെന്ന്. പക്ഷേ ഇരുളിന്റെ മറവിൽ നിഴലിന്റെ ഇടവഴികളിലൂടെ നടക്കുമ്പോഴറിയാം ആരൊക്കെയോ നമ്മുടെ പിന്നിലുണ്ടെന്ന്, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. തോന്നലുകൾ എന്ന് പറയുന്ന അതൊന്നും വെറും തോന്നലുകളല്ല. അത് നിസ്സഹായരായ, ഒന്നിനും കെൽപ്പില്ലാത്ത, ഒരുപാട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന, ഗതി കിട്ടാത്ത പാവ ആത്മാക്കൾ തന്നെയാണ്. അതുപോലെ ഗതി കിട്ടാതെ വർഷങ്ങളായി ചുറ്റിത്തിരിയുന്ന 3 ആത്മാക്കൾ ആ ബംഗ്ലാവിലുണ്ടെന്നാണ് വിശ്വാസം. ശരിയാണെങ്കിൽ അവിടെ ഒരേ ഒരു ആത്മാവാണുള്ളത്. ദൊരോത്തി മദാമയുടെ ഭർത്താവ് ഫെർണാണ്ടസ് സാഹിബിന്റെ കാമുകി ഗ്രേസിന്റെ ഗതി കിട്ടാത്ത ആത്മാവ്. ഫെർണാണ്ടസിന്റെ ചതിയിൽ അറിയാതെ വീണുപോയ ഒരു പാവം പെൺകുട്ടിയാണ് ഈ ഗ്രേസ്. ദുർമരണപ്പെട്ടവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയും. അതിൽ ചെയ്യാത്ത തെറ്റിന് മരണപ്പെട്ട് അലയുന്ന ആത്മാക്കൾക്ക് മാത്രം പ്രതികരണ ശക്തി ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്ത തെറ്റിന് കൊല ചെയ്യപ്പെട്ടവളാണ് ഗ്രേസ്. അവൾ അവിടെയുണ്ട്. അവൾക്ക് പകയുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരോടും അവൾക്ക് തീർത്താ തീരാത്ത പകയുണ്ട്. അവൾ പ്രതികരിക്കും. അത് നാശത്തിലേ അവസാനിക്കൂ. ഫാദർ, ഇപ്പോ പ്രതിവിധിയുണ്ട്. പക്ഷേ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാവും. മാർഗങ്ങൾ 2ആണ്. ഒന്നുകിൽ നേരിടുക, അല്ലെങ്കിൽ അവളെ ഉപദ്രവിക്കാതെ പിൻവാങ്ങുക. എന്തിനായാലും ഞാൻ കൂടെ ഉണ്ടാവും. ഫാദർ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. തയ്യാറാണ് ഫാദർ. എന്തിനും ഞങ്ങൾ തയ്യാറാണ്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടിയാ. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഫാദർ. ഞങ്ങളുടെ തോമസ് കുട്ടിക്ക് വേണ്ടി എന്തിനും ഞങ്ങൾ തയ്യാറാ ഫാദർ. നല്ലത് എല്ലാം നല്ലതിന്. Father also coming. അവര് എല്ലാത്തും കേട്ടിട്ടല്ലേ. ഇതവിടെ ശുദ്ധമായി സൂക്ഷിക്കണം. ഇപ്പോൾ മുതൽ സമയത്തോട് സമയം 24 മണിക്കൂർ വ്രതം. മാംസം, ലഹരി, ശാരീരിക ബന്ധം ഇതൊക്കെ നിർബന്ധമായും വർജിക്കണം. താങ്ക് യു ഫാദർ. ലഹരി, ശാരീരിക ബന്ധവും നമുക്ക് ഇഷ്ടം, വർജിക്കാം. മാംസം ഞാൻ കഴിക്കാറില്ല. കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് വർജിക്കണമെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കണമെന്ന് നടക്കരുത്. ആണോ? വർജിക്കാം. രാവിലെ ഞാൻ വരാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വണ്ടിയുമായി വന്നാൽ പ്രശ്നമുണ്ടേ കയറ്റം കയറാൻ. വരാം ഫാദർ. யாருப்பு குடிக்கூடாதீங்க. Christianity drinking sinna? Therla for some purpose. Oh, meat. അയ്യേ, എന്താ ഇത്? ഇത് ചിക്കൻ, ഡക്ക, ഈ പോത്ത് പോത്ത ഇത്രക്ക് ചെറുതാ, കിടാവായിരിക്കും. കഴുത ഇറച്ചി ആരെങ്കിലും കഴിക്കും. ഇത് പിടിച്ചേ. ഇന്നെന്താ ദിവസം പറ. വെള്ളി. അതല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അറിയില്ലല്ലേ? ഇന്നാണ് ഹൗസ് വൈഫ് ഡേ, അതായത് വീട്ടമ്മമാരുടെ ദിനം അല്ലേ? ഫെബ്രുവരിയിലല്ലേ? അയ്യോ, അത് നമ്മുടെ നാട്ടിലെ, ഇത് തമിഴ്നാടാ. ഇവിടെ അത് ഇന്ന്. അതെ, തമിഴ്നാട്ടിലൊക്കെ ഫെബ്രുവരി ഈ മാസം, ഡിസംബർ. ഇന്നത്തെ ദിവസം ഭാര്യമാർ അടുക്കള കയറി കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു ജോലി ചെയ്യാം. അതെ, ഇന്നൊരു ദിവസം 24 മണിക്കൂർ നിങ്ങൾ ഭാര്യമാർ ചെയ്യേണ്ട ജോലികളൊക്കെ ഞങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യും. സാധാരണ ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭാര്യമാർ ചെയ്യും. അതിന് ഇദ്ദേഹം എന്താ സാധാരണ ചെയ്യുന്നത്? ഉറക്കോ? അത് നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തോണ്ടല്ലേ ഞാൻ ഉറങ്ങുന്നത്. കോമഡി ടൈം കഴിഞ്ഞു, കോമഡി ടൈം കഴിഞ്ഞു. ഇറങ്ങി. അതെ അതെ, ശരി, ശരി. എൻജോയ് എൻജോയ്. வெஜ் செய்ய போறாங்களா? கேரட் தான் சாப்பிட்டு പൊട്ടിച്ചല്ലടാ പട്ടു. പ്ലേറ്റേ പൊട്ടിയുള്ളൂ, പപ്പടം പൊട്ടിയില്ല. நோ நோ அவங்கெல்லாம் வயிறு குடிக்கிறாங்களா? ஆனா குடிக்கூடாது. இதானே இப்போ குடிக்க கூடாதுன்னு சொல்ல முடியாது. இவங்க இந்த ட்விஸ்ட் எதிர்பார்க்கல. அதான்
இன்னைக்கு இதை சம்பவம் இருக்கு. கிணறு 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 கிணறு. உள்ள யாரெல்லாம் இருக்கா? 3 பேர் இருக்காங்க. கிரேஸ், திஸ் இஸ் கிரேஸ். புல்லெல்லாம் முளைச்சு சொல்லி வராங்க கிரேஸ். என்ன அயன் பாக்ஸ் வராங்க? அயன் பாக்ஸ்ல தான் அடிச்சு கொண்டிருக்காங்க அவங்க. டாரத்தி அயன் பாக்ஸ்ல அடிச்சு கொண்டு போங்க நினைக்கிறேன். நாட் சோ ஸ்கேரி. போன ஜம்ஸ்கேர் இருக்காது இல்ல. അയ്യോ ഗോഗു എന്താ എന്താ ഗോഗു? സ്വപ്നം കണ്ടതാ. ഗോവിന്ദൻകുട്ടി വാതിൽ തുറക്ക്. ഗോവിന്ദൻകുട്ടി വാതിൽ തുറക്കാൻ. சவுண்ட் கேட்டு வந்துட்டாங்க போல. എന്താ ഗോഗു എന്താ സ്വപ്നം കണ്ടതാ? பூச்சி யாரையும் தனியா விட்டு வந்துட்டாங்க. എന്താ എന്താടാ? ഒന്നുമില്ലടാ. അയ്യോ ദേ നെറ്റി മുറിഞ്ഞിട്ടുണ്ടല്ലോ. ரத்தம் வருது. ഒന്നുമില്ലെന്നേ, അതാ വീണപ്പോ കട്ടിൽ അവിടെ തട്ടിയതായിരിക്കും. എന്ത് സ്വപ്ന കണ്ടത്? എന്തോ അടിച്ചുന്നാ. ലോട്ടറി അടിച്ചു എന്നാണോ? വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ? ദാ, സത്യം മരിച്ചുപോയ എന്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. സാർ അവനൊക്കെ ഇല്ല സാർ, ഏത് ഉടമ്പ് ശരിയല്ലാമേ ഡോക്ടർ വന്ന് കാലെല്ലാം എടുത്തിട്ട് പോയാച്ചി. അയ്യോ ഡോക്ടർ കാലി പിടിച്ച് എടുത്തോണ്ട് പോയെന്ന്. എന്തിനാ രക്ഷപ്പെടാനോ? ഏത് ഹോസ്പിറ്റലാണെന്നറിയോ? അത് தெரியாது സാർ. ഡോക്ടർ ക്രിസ്റ്റഫറിന്റെ ഹോസ്പിറ്റൽ ആയിരിക്കും. വാ. ഈശ്വര, പല്ലുവേദന ആയാൽ മതിയായിരുന്നു. ഒരു അച്ഛന്റെ പല്ല് ഇതുവരെ ഇളക്കിയിട്ടില്ല. ഫാദർ, ഫാദർ, ഞാൻ പറയുന്നത് 2 ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണം, ഇല്ല അപകടമാണ്. ഇതിനേക്കാൾ അപകടമുള്ള കാര്യത്തിലാണോ ഞാൻ പോകുന്നത്? എന്താ എന്ത് പറ്റി ഫാദർ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ അനുസരിച്ചില്ല അല്ലേ? അത് അതിന്റെ പ്രത്യാഘാതമാണ് ഈ തിരിമുറിവ്. പക്ഷേ മാംസം കഴിച്ചില്ല അല്ലേ? വാ. Nobody know. What? Usaska. தெரியலையே. அந்த கிணறு இருக்க லொகேஷன் தான் அது. அதான் பார்த்த பின்னாடி கிணறு இருந்துச்சு. നിക്ക്. വരട്ടെ. அவரே திறக்கணும்னு நினைக்கிறாரா? Really? He knew. എനിക്കുള്ള സ്വീകരണമോ? Ah. Seydi Librano, no Seymano. Seydi Librano, no Seymano. Amen. Okay. വണ്ടി വണ്ടി വിട്ടുവിട്ടാണ്. ഫാദർ, അവിടെ കുളിമുറിയില് ചൂടുവെള്ളം കിട്ടില്ല അല്ലേ? അത് ഗേറ്റിൽ ഫാദർ ലൈൻ ഷോർട്ട് ആക്കിയതാ. അതല്ല ഫാദർ, അവിടെ വരട്ടെ വരട്ടെ വരട്ടെ. എന്റെ ആ പെട്ടി എവിടെ? என்ன இருக்கு பாப்பா? கிழிஞ்சு போச்செல்லாம். ഫാദർ, ഇവിടെ What? Glory be to the Father, to the Son, and the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Save your servant, who places their trust in thee. Save your இதெல்லாம் ஓகே தான். എന്താ ആ ഫാദർ ചെയ്യുന്നേ? இவங்களுக்கு என்ன ஆச்சு? இவங்க possess ஆயிட்டாங்களா? ബംഗ്ലാവ് വെള്ളം തെളിച്ച് വ്യസനിക്കുക. ഒരുപാട് ഭയങ്കര ഓ, ക്രിസ്ത്യാനികൾ അങ്ങനെ പറയോ? പറയോടി. മിണ്ടാതിരിക്കുക. அவன் வைஃப் அதான் சொல்றாங்க, மிண்டாதிருக்கி. ഈ കിണറ് ഇതാരാ തുറന്നത്? അറിയില്ല ഫാദർ. ஆச்சு. സ്ത്രീകൾ ഇങ്ങോട്ട് മാറി നിൽക്കൂ. അല്ല ലേഡീസിനെ വിളിച്ചത്. Glory be to the Father, to the Son, and to the Holy Spirit, as it was beginning, as now, ever shall be, world without Oh shit. Save your servant whose places will trust in thee. Amen. ആമേൻ. Right. Save your இவங்க இல்ல. Save your servant whose places will trust in thee. Amen. இவங்க இல்ல. Save your இவங்க servant இல்ல. who places will trust in thee. Amen. Save your servant who places will trust in thee. Amen. ആമേൻ. அப்ப யாருக்கு இல்லையா? God, you are great. என்னாச்சு? ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഇനിയൊന്നും പേടിക്കാനില്ല. ഒരു ശക്തിയും ഇവിടെ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. அப்படி சொல்றாங்க. പേടിക്കുമെന്ന് കരുതി
ഇതുവരെ നിങ്ങൾ ഇവരെ ഒന്നും അറിയിക്കാതിരുന്നത് പോലെ ഞാനും നിങ്ങളെ അറിയിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. മരണമാണ് അകന്നു പോയത്. നമ്മളിൽ ആരുടെയൊക്കെയോ ദാരുണമായ മരണം. അവളിവിടെ സ്ത്രീകളുടെ ആരുടെയെങ്കിലും ആത്മാവിന്റെ കൂടെ ചേർന്നിരിക്കുമോ എന്ന് ഞാൻ സത്യമായും ഭയന്നു. അങ്ങനെ അവൾ ആരുടെയെങ്കിലും ശരീരത്തിൽ അഭയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ മരണം ഉറപ്പായിരുന്നു. ആ ശരീരത്തിന്റെയോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റാരുടെയെങ്കിലുമോ. ഇന്ന് വെളുക്കും വരെ അവളെ നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. വെളുപ്പാങ്കാലത്തു കാണിച്ച ലക്ഷണങ്ങളിൽ അത് ഞാൻ ഉറപ്പിച്ചു. ഫ്ലാഷ്ബാക്കാ? ആരൊക്കെയോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടർ ക്രിസ്റ്റഫർ തടഞ്ഞിട്ട് ഞാൻ വന്നത്. എനിക്ക് അവളെ നേരിടാനാവുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ട് ഞാൻ വന്നത്. എന്നെ അവൾക്ക് കൊടുത്തിട്ട് ഇനിയും ജീവിതം അധികം ബാക്കിയില്ലാത്ത ഈ കിളവന്റെ ജീവൻ കൊടുത്തിട്ട് അവളെ തൃപ്തിപ്പെടുത്താം എന്നുള്ള അവസാനത്തെ വിശ്വാസത്തിലാണ്. ഇനി ഒന്നും പേടിക്കാനില്ല. എനിക്കത് തപ്പാ തോന്നുന്നത്. ഫാദർ, ഐ എം സോറി. ഞാൻ ഫാദറിനെ ഒന്നുമില്ലടോ. തൊട്ടറിഞ്ഞ് വിശ്വസിക്കണം. അത് തന്റെ ശരി. അതും ശരിയാണ്. ഈ ലോകത്ത് നമുക്കറിയാത്ത ഒത്തിരി ശരികളുണ്ട്. ഇപ്പോ ഒന്നും സംഭവിക്കാതെ, ഒന്നിനെയും സംഹരിക്കാതെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയതും എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു ശരി. வேற யாரோ உமன் இருக்காங்களா அந்த வீட்டுல? അതിവിടെ ജോലിക്ക് വരുന്ന കുട്ടിയാ, മരതകം. അവളും ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. അവളെ വിളിക്കേ. സോറി, മഗധരകം. മരതകം ഇവിടെ വരൂ. உள்ள வர அலோடு இல்ல போல எங்களுக்கு. വരൂ. இல்ல அந்த பேய்க்கு அலோடு இல்ல போல. இங்க கொஞ்சம் வேலை இருக்கு ஃபாதர். இங்க வா. வச்சு டிரான்சிஷன் இருக்கு. இங்க வா. You come here. I say you come here. நினைச்சேன். ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம்.